ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഒരുപാട് DMs ഉണ്ടായിരുന്നു. ബ്രോ ഓൾറെഡി ഡാഡ് വിയേനും അതുപോലെ തന്നെ സ്നൈഡറിനും ബ്രോന് കിട്ടിയല്ലോ, അപ്പോൾ യൂസ് ചെയ്തിട്ട് ബെറ്റർ കാർഡായിട്ട് ഏതാണ് തോന്നുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി പ്ലേ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ അതല്ല സെൻട്രൽ മിഡ്ഫീൽഡറെയാണ് നോക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ സ്നൈഡർ തന്നെയായിരിക്കും. ഡിഫെൻസീവ്ലി അത്യാവശ്യം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ ഡിഫെൻസീവ്ലി ചില സമയത്ത് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ DMF പൊസിഷനിലേക്ക് വരുമ്പോൾ അത്ര വലിയൊരു സക്സസ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഓക്കെ എന്ന് പറയാൻ വേണ്ടി മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ സെൻട്രൽ മിഡ്ഫീൽഡിങ് ഓർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അപാര ഫോമാണ് ഗൈസ്. കാരണം കിക്കിംഗ് പവറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ വരെ അത്യാവശ്യം ഗോളി നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നതായിട്ട് എനിക്ക് പല മാച്ചസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് പീസ് എടുക്കുന്ന സമയത്തായാലും ട്രിബിളിങ്ങിലായാലും കേർവിങ്ങൊക്കെ അപ്പാര കിക്കിംഗ് പവർ ആണെങ്കിലും കേർവിങ് ആണെങ്കിലും വേറെ ലെവലാണ്. അങ്ങനെയുള്ള ഒരു ഗെയിം പ്ലേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ സ്നൈഡർ തന്നെ ആയിരിക്കും. എല്ലാം ഒരു സ്ട്രൈക്കർ റോളിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും CF പൊസിഷനിലും സെൻറ്റർ സ്ട്രൈക്കറായിട്ട് ഒരു ടോറസ് ഉണ്ടാവും. എന്തായാലും ടോറസ് 500 കോയിൻസ് കൊടുത്തതിന് എന്തായാലും ടോറസിന് എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്പോണൻറ്റിൽ വരുന്ന അധികം പ്ലേയേഴ്സിൻ്റെ കയ്യിലും സെൻറ്റർ ഫോർവേഡിന് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. കാരണം അത്യാവശ്യം 4-5 സെൻറ്റർ ഫോർവേഡ് സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സെൻറ്റർ ഫോർവേഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു നല്ലൊരു സെൻറ്റർ ഫോർവേഡ് ഉണ്ടെങ്കിൽ ഡേവിഡ് വിയയുടെ ഒരു ആവശ്യമില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം നല്ല കാർഡാണ്, ഇതുവരെ ഉള്ളതിൽ ബെറ്റർ കാർഡാണ്. ഓൾറെഡി എൻ്റെ അടുത്ത് 2 ഡേവിഡ് വി ഉണ്ട്. 36 ഏജുള്ളൊരു ഡേവിഡ് വി ഉണ്ട്. ഞാൻ കോയിൻസ് പർച്ചേസ് ചെയ്തിട്ട് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഡേവിഡ് വി, അതുപോലെ തന്നെ റൂബൻ ഡേസ് അത് സൈൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഡേവിഡ് വി ഉണ്ട്. പക്ഷേ ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് സ്നൈഡർ തന്നെയാണ്. കാരണം ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തതിനാലും സെറ്റ് പീസിലായാലും അതുപോലെ പിന്നെ കോർണർ കിക്കുന്ന ഡയറക്റ്റ്ലി ഒരു 3-4 മാച്ചസിൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു യൂസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി DMF നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്നും നോക്കണ്ട, ഈ ഒരു പൊസിഷനിലേക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സ്നൈഡർ. അല്ല ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഫ്രീ ട്രൈ ഉണ്ടല്ലോ, അതിന് ഞാൻ എന്തായാലും ബാഴ്സലോണയുടെ ബെല്ലറ്റിനെയാണ് ഞാൻ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം റൈറ്റ് ബാക്കിലേക്ക് അത്യാവശ്യം നല്ലൊരു ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ആ ഒരു പ്ലെയറിനെ തന്നെയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാക്സിമം നിങ്ങൾ സ്പിൻ ചെയ്തിട്ട് ഫ്രീ സ്പിന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രീ സ്പിൻ ചെയ്തിട്ട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സ്പിൻ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു പ്ലേയേഴ്സിനെങ്കിലും സ്പിൻ ചെയ്തിട്ട് കിട്ടുന്നുണ്ട്, സൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്ലേയേഴ്സിനെ ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഫ്രീ സ്പിന്നിൽ ഏതാന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ആ ഒരു പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും ബെറ്ററായിട്ട് ഉള്ളതിൽ എനിക്ക് ഫാർ ബെറ്ററായിട്ട് തോന്നിയത് സ്നൈഡർ തന്നെയാണ്. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.